അർജുൻ ആയങ്കിക്കെതിരെ നിയമ നടപടികൾ വേഗത്തിലാക്കി പോലീസ്. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി നിലവിലെ കേസുകളിൽ ജാമ്യം നേടി പുറത്തിറങ്ങുന്നതിന് മുൻപ് കാപ്പ ചുമത്തുന്നതിന്റെ ഭാഗമായി കേസ് ഹിസ്റ്ററിയും ശേഖരിച്ചു കഴിഞ്ഞു. കൂടുതൽ ചോദ്യം ചെയ്യലിനൊക്കെയായി അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. 5 ദിവസത്തേക്കാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കും. കൂടുതൽ വാർത്തകളുമായി നമ്മളുമായി KV ബൈജു ആയിരിക്കും ചേരുന്നത്. ബൈജു, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നാണ് അർജുൻ ആയങ്കി ഒടുവിൽ അറസ്റ്റിലായത്. കേസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിമാൻഡിലാണ്. കാപ്പ ചുമത്തുന്നതും നമ്മൾ അറിഞ്ഞു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? സറ, എന്തായാലും അർജുൻ ആയങ്കിക്കെതിരെ പൂട്ടുമുറുക്കുക, അതാണിപ്പോൾ കേരള പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികളെല്ലാം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ട്. അതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഇയാളുടെ ഈ സംഭവം ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്താനുണ്ട്, നിരവധി തെളിവുകൾ കണ്ടെത്താനുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ. അതിനൊപ്പം തന്നെ ഇയാൾക്ക് കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിലും ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു കേസിൽ കൂടി, കൊച്ചിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ ഒരു കേസിൽ കൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അങ്ങനെ എല്ലാ കേസുകളിലും കൃത്യമായ പഴുതടച്ചുള്ള ഈ അന്വേഷണം, അതോടൊപ്പം കാപ്പ ചുമത്തുക, അതാണിപ്പോൾ കേരള പോലീസ് ലക്ഷ്യമിട്ടുള്ളത്. കാപ്പ ചുമത്തുന്നതിനുള്ള നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള ഇയാളുടെ കേസ് ഹിസ്റ്ററി അത് ഇന്നോ നാളെയോ ജില്ലാ കളക്ടർ കൈമാറും. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച്, കാപ്പ ചുമത്തുന്നത് സംബന്ധിച്ച് ഉത്തരവിറക്കേണ്ടത്. എന്തായാലും ഈ കേസുകളിലെല്ലാം, നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 കേസുകളിൽ, ആ കേസുകളിലെല്ലാം ജാമ്യം എടുക്കുന്നതിന് മുമ്പ് തന്നെ കാപ്പ ചുമത്തുക, അതാണിപ്പോൾ ഏറ്റവും പുതുതായി പോലീസിന്റെ നീക്കം. അതോടൊപ്പം ഇന്നലെയാണ് ഈ അഴീക്കോട് കപ്പക്കടവിലെ ഈ അർജുൻ ആയങ്കിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഒരു ലാപ്ടോപ്പ് പിടികൂടിയിരുന്നു. ഈ ലാപ്ടോപ്പിൽ ഏതെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതോടൊപ്പം അമ്മയുടെയും സഹോദരനെയും മൊഴിയും ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും കസ്റ്റഡിയിൽ കിട്ടുന്ന ഈ അർജുൻ ആയങ്കിയെ വിശദമായി ചോദ്യം ചെയ്യും. ആരൊക്കെയാണ് ഇയാൾക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യുന്നത്, പണം ഉൾപ്പെടെ നൽകുന്നത്, അതോടൊപ്പം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും നിർണായകം. ഈ കേസിൽ ഏറ്റവും വലിയ തെളിവ് അതാണ്. ആ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമവും നടക്കും. എന്തായാലും വലിയ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. കണ്ണൂരിലെ കേസിന്റെ ഈ നടപടികൾ പൂർത്തിയാൽ മാത്രമേ കോതമംഗലം കേസിൽ ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അങ്ങനെ പരമാവധി ഈ കാപ്പ ചുമത്തുന്നവരെ ഇപ്പോൾ നിലവിലുള്ള കേസുകളിൽ നിയമ നടപടികൾ മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോവുക, അതിനുശേഷം ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുക, അതാണിപ്പോൾ പോലീസിന്റെ നീക്കം. സാറാ, ശരി. KV ബൈജു ആണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കേസിൽ പിടിമുറുക്കിയിരിക്കുകയാണ് പോലീസ്. നിർണായകമായ നീക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.